ഞാനൊരു ശകലം പാവയ്ക്ക തീയൽ വെക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് ഒരു പാവയ്ക്ക ഞാൻ കനം കുറച്ച് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇപ്പോൾ ഒക്കെ എല്ലാവർക്കും മടിയാണ് തീയൽ വെക്കാനും എരിശ്ശേരി വെക്കാനും ഒക്കെ. പണ്ടത്തെ കാലത്തൊക്കെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ തീയലൊക്കെ വെച്ചു. എൻ്റെ അമ്മച്ചി ആ പാവയ്ക്ക തീയൽ വെക്കുന്നിട്ടുണ്ട്. അത് അങ്ങോട്ട് കൂട്ടി അതിൽ ചട്ടിക്കകത്ത് തന്നെ ചോറുണ്ണാൻ തോന്നും. നല്ല എണ്ണയ്ക്കകത്ത് അരകല്ലിൽ അരയ്ക്കുന്നത്, വെള്ളം തൊടാതെ അരയ്ക്കുന്നത്. എന്നിട്ട് അങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പം എണ്ണ തെളിഞ്ഞ് പുറകെ ഇങ്ങനെ വരും അരപ്പിനകത്ത്. എന്നിട്ടാണ് വടിച്ചിടുന്നത്. അങ്ങനെയൊക്കെ തീയൽ വെച്ച് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അപ്പം ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു തീയലുണ്ടാക്കും. അതിനത് പാവയ്ക്ക അരിഞ്ഞ് വെച്ചു. ഉള്ളി, ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ. ചെറിയ ഉള്ളി പൊളിച്ച് അരിഞ്ഞ് വെച്ചു. പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ. പിന്നെ ഈ ചെറിയ ഉള്ളി വൃത്തിയാക്കാൻ മടിയുള്ളവർക്ക് ഈ ചെറിയ ഉള്ളി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇടണം. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഞെരടി കഴിയുമ്പോൾ അതിന് തൊലിയെല്ലാം പോകും. ഉടനെ അതിൻ്റെ ആ ചൂടും മുറിച്ച് ആ മറ്റേ വാല് പൊലിക്കുന്നത് മുറിച്ച് നമ്മളൊരു ചെറിയ പാത്രത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കേടാകാതിരിക്കും. എളുപ്പം ഉള്ളി വൃത്തിയാക്കാൻ. ചെറിയ ഉള്ളി ആകുമ്പോൾ നമ്മൾ തട്ടി ഇടും. അങ്ങനെ കളയില്ല. അതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചങ്ങ് ഇടണം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല ഞെരടി കഴുകി എടുത്താണ്. അപ്പം ഞാനിത് ഈ തേങ്ങ ഒന്ന് വറക്കട്ടെ ആദ്യമേ കേട്ടോ. അതിൻ്റെ ആദ്യ പണിയെന്ന് പറഞ്ഞ് തേങ്ങ വറുത്തെടുക്കുക. ആദ്യമായിട്ടൊക്കെ തീയിലൊക്കെ വെക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കും. ഈ തേങ്ങ അടുപ്പിലിട്ട് ചെറിയ തീ നമ്മൾ വറുത്തെടുക്കണം. വറക്കുന്ന ഉടനെ എണ്ണ ഒഴിക്കരുത് കേട്ടോ. നല്ല വലിയ എണ്ണ ഈ തേങ്ങ ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരും. നല്ലപോലെ എണ്ണമയൊക്കെ പറ്റി നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മാത്രമേ നമ്മൾ എണ്ണ ഒഴിക്കാവുള്ളേ. അല്ലെ തേങ്ങ മൂത്ത് കിട്ടത്തില്ല. ഈ തേങ്ങ വറക്കുമ്പോൾ ചിലർ അരി ഇട്ട് വറക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പിട്ട് വറക്കുന്നവരുണ്ട്. പലർക്കും പല ഇഷ്ടമാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. 2 ചുമന്ന ഉള്ളി പെട്ടെന്ന് അങ്ങോട്ട് ഇടുക. അരിഞ്ഞങ്ങോട്ട് ഇട്ടിട്ട് അതൊത്തിരി മൂക്കൊന്നും വേണ്ട. അതങ്ങോട്ട് ഇട്ട് ഇളക്കി വെച്ച് നമ്മൾ ഈ വറുത്ത തേങ്ങ നമ്മൾ പ്ലേറ്റിനകത്തോട്ട് കോരിയിട്ട് ആ ചട്ടിയിലോട്ട് തന്നെ നമ്മൾ പാവയ്ക്ക വഴറ്റിയെടുക്കും. പാകത്തിന് മൂക്കുക. ഇനി ഈ ചട്ടിയിലോട്ട് തന്നെ നമ്മൾ പാവയ്ക്ക എണ്ണ ഒഴിച്ച് വറുത്തെടുക്കും. പാവയ്ക്കായും ഉള്ളിയും കൂടെ എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കട്ടെ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മുടെ പാവയ്ക്കായും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലപോലെ വഴന്നേ. ഇനി അതിനകത്തോട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള വാളംപുളി പിഴിഞ്ഞത് ഒഴിക്കുക. ഇനി ഈ പുളിക്കകത്ത് കിടന്ന് വേണം ഇത് വേഗം അടച്ച് വെച്ച് നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മുളകും മഞ്ഞളും എല്ലാം കൂടെ വറുത്തരച്ചത് ഇങ്ങോട്ട് ഒഴിക്കുക. വെള്ളം തൊടാതെ മിക്സിയിൽ അരച്ചു. പക്ഷേ നമ്മൾ കല്ലേൽ അരയ്ക്കുവാണെങ്കിൽ നമുക്ക് അതാ ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി ഇത് നല്ലപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വരണം. ഇടിച്ചിട്ടിക്കകത്ത് വഴുന്ന എണ്ണ തെളിഞ്ഞ് വരണം. റെഡിയായി. അമ്മിക്കല്ലേൽ അരയ്ക്കുന്നതാണോ നല്ലത്. അമ്മിക്കല്ലേൽ അരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെ വെച്ച് ഇപ്പോൾ തീയൽ എൻ്റെ പാകമായി. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ തീയൽ പാകമായെന്നറിയാൻ ഇങ്ങനെ അമ്മച്ചിമാരൊക്കെ നോക്കുന്നത് ഇങ്ങനെ പ്ലേറ്റേ കോരി നോക്കും. കണ്ടോ, വിളിച്ചു പോകത്തില്ല. അതാണ് തീയലിൻ്റെ പാകം. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം.